48, 49, 50 ഈ ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. കവചത്തിൻ്റെ അവസാന ഭാഗത്തെത്തി നമ്മൾ. മാനോന്നതിർ ഭവേദ്രാജ്ഞ എന്ന് തുടങ്ങി. മാനോന്നതിർ എന്ന് പറഞ്ഞാൽ മാനോന്നതിഹി, മാനം, ബഹുമാനം, ഉന്നതി, ഉയർച്ച, ഭവേത് ഉണ്ടാകും. പരം ഇവിടെ ഇനി മുതൽ എന്നുള്ള അർത്ഥം. തേജോവൃദ്ധികരം, തേജോവൃദ്ധിയെ ചെയ്യുന്നതാകുന്നു, നമ്മുടെ തേജസ് അഭിവൃദ്ധിപ്പെടുന്നതാകുന്നു. സ അപി അവനും കീർത്തിമണ്ഡിത ഭൂതലെ, കീർത്തിമണ്ഡിതം കീർത്തിയാൽ അലങ്കരിക്കപ്പെട്ട ഭൂമിയിൽ, യശസാ വർദ്ധതെ യശസ്സുകൊണ്ട് വർദ്ധിക്കുന്നു. ജപേത് ചണ്ഡി സപ്തശതിം ചണ്ഡിം കൃത്വാതു കവചം പുര മുൻപ് കവചം ആദ്യം, അതായത് മുൻപ് ആദ്യം പഠിക്കണം. ചണ്ഡി സപ്തശതി കൃത്വ ചെയ്തിട്ട്, പാരായണം ചെയ്തിട്ടെന്നർത്ഥം. അതായത് കവചം ആദ്യം പഠിച്ചിട്ട് ചണ്ഡി സപ്തശതി പാരായണം ചെയ്യണം. യാവത് ഭൂമണ്ഡലം ധത്തെ, ഏത് കാലം വരെ ഭൂമണ്ഡലം ധരിക്കുന്നുവോ, സശൈലവന കാനനം, കാനനത്തോടും വനത്തോടും നദികളോടും എല്ലാം കൂടിയ ഈ ഭൂമണ്ഡലത്തെ ആദിശേഷൻ ഏത് കാലം വരെ ധരിക്കുന്നുവോ, താവത് ആ കാലം വരെ, മേദിന്യാം ഭൂമിയിൽ, പുത്രപൗത്രികി പുത്രന്മാരോടും പൗത്രന്മാരോടും കൂടി, സന്തതിഹി തിഷ്ഠതി സന്താനം നിലനിൽക്കുന്നു. പുരുഷ ആ പുരുഷൻ, മഹാമായാപ്രസാദത അതായത് മഹാമായാദേവിയുടെ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, ദേഹാന്തേ ദേഹാവസാനത്തിൽ, സുരൈഹി അഭി ദുർലഭം ദേവന്മാർക്കും ദുർലഭമായിട്ടുള്ള യത് പരം സ്ഥാനം, ഏത് ഉത്കൃഷ്ട സ്ഥാനത്തെയാണോ, പരമമായ പദത്തെയാണോ പ്രാപ്നോതി പ്രാപിക്കുന്നത്, അത് ആ പുരുഷൻ ലഭിക്കുന്നു എന്നാണ്. അതായത് ആ പുരുഷൻ, ഇവിടെ കവചം ഹൃദിസ്ഥമാക്കുന്ന പുരുഷന് ആ പരമമായ പദത്തെ ലഭിക്കുന്നു എന്നർത്ഥം. ഈ കവചം മുൻപിൽ ജപിച്ചിട്ട് പിന്നെ സപ്തശതി പാഠം ചെയ്യണം. എന്നാൽ അവന് ഈ പറയപ്പെടുന്ന അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും, പരമമായ പദം പ്രാപിക്കാൻ പറ്റും. ഇവിടെയും കവചം സപ്തശതിയുടെ ഭാഗമാണെന്ന് സമർത്ഥിച്ചിരിക്കുന്നു. ഇതം സ്തോത്രം പഠിത്വാതു മഹാസ്തോത്രം പഠേന്നരഹ എന്ന് പറഞ്ഞിട്ടുള്ള ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. കവചമാർഗളം കീലകങ്ങളും നവാർണം, രാത്രി സൂക്തം, ചണ്ഡീസ്തവം, ദേവീ സൂക്തം, നവാർണം, രഹസ്യത്രയം, ഇങ്ങനെയാണല്ലോ ജപക്രമം പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഇവിടെ ഈ ദേവി കവചസ്തോത്രം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ തെറ്റുകുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.